നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ അപകടത്തിൽ അധ്യാപകർ മരിച്ചതോടെ അനാഥമായ ആ സ്കൂളിലേക്ക് പുതിയ അധ്യാപകർ എത്തിയിരിക്കുകയാണ്. മലപ്പുറം പാങ് പാറമ്മൽ LP സ്കൂളിലേക്ക് പുതിയ അധ്യാപകരെ നിയമിച്ചു. മജീദ് പടിഞ്ഞാറ്റുമുറി, സമീന കുളത്തൂർ, ഫസീല പൂക്കാട്ടിരി, രാഗി അമ്പലപ്പറമ്പ് എന്നിവരെയാണ് ഇവിടേക്ക് നിയമിച്ചത്. വാൽപ്പാറ അപകടത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ജീവൻ നഷ്ടമായിരുന്നു. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ കഴിഞ്ഞ ദിവസം വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. ഈ അപകടത്തിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 7 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. 13 പേരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികളെ മക്കളെ പോലെ കണ്ട 5 അധ്യാപകരെയാണ് വാൽപ്പാറ അപകടത്തിൽ ഒറ്റയടിക്ക് പാങ് GLP സ്കൂളിന് നഷ്ടമായത്. അത് കുട്ടികൾ ഉണ്ടാക്കിയ നീറ്റൽ വേദന ചെറുതല്ല. ആ വേദനയ്ക്ക് ആശ്വാസമാവുകയെന്ന വലിയ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്താണ് 4 അധ്യാപകരും സ്കൂളിലെത്തിയത്. ആ കുട്ടികൾ ഇനി സ്വന്തം കുഞ്ഞുങ്ങളാണ് എന്നാണ് അധ്യാപകർ പ്രതികരിച്ചിരിക്കുന്നത്. സ്കൂളിലെ പ്രഥമ അധ്യാപകൻ K അഹമ്മദ് കുട്ടിക്ക് GLP സ്കൂളിന്റെ അധിക ചുമതല നൽകിയിരിക്കുകയാണ്. രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന സംഘം വ്യാഴാഴ്ച സ്കൂളിൽ ഒത്തുചേർന്ന് പുതിയ അധ്യാപകർക്ക് സ്വീകരണം നൽകി. പാങ് സ്കൂളിലെ സ്വന്തം മജീദ് മാഷിന് പകരമായി വരുന്നത് മറ്റൊരു മജീദ് മാഷാണെന്ന പ്രത്യേകത കൂടി ഈ അധ്യാപക നിയമനത്തിലുണ്ട്. പാങ് പടിഞ്ഞാറ്റുമുറി സ്വദേശി അബ്ദുൾ മജീദ് കൊട്ടക്കാരൻ ഇങ്ങോട്ടെത്തുന്നത് കല്ലാർമംഗലം GLP സ്കൂളിൽ നിന്നാണ്. വിട പറഞ്ഞ അധ്യാപകരെ ഓർത്ത് വിതുമ്പുന്ന രക്ഷിതാക്കൾക്ക് പുതിയ അധ്യാപകർ ആത്മവിശ്വാസം നൽകുകയാണ്. അവരോടൊപ്പം വന്ന സ്കൂളിലെ കുട്ടികളോട് അധ്യാപകർ കുശലം പറഞ്ഞു. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നി, ഈ തീരുമാനമാണ് ശരിയെന്ന് തോന്നി എന്നാണ് ഒരേ സ്വരത്തിൽ 4 പേരും പറഞ്ഞിരിക്കുന്നത്. പുതിയ അധ്യാപകരെ സ്കൂളിലേക്ക് സ്വീകരിക്കാൻ കുറുവ പഞ്ചായത്ത് അംഗങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും എത്തിയിരുന്നു. ഇണങ്ങിയും പിണങ്ങിയും അടികൂടിയും ഒരു കുടുംബമായിരുന്ന സ്റ്റാഫ് റൂമിനെ നിലനിർത്തുകയാണ് ഈ അധ്യാപകരുടെ പ്രധാന ദൗത്യം. AEO അമീറയുടെയും പ്രഥമ അധ്യാപകൻ K അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവരെ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തിയത്. യോഗം കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ സലാം പാലത്തിങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. പാചക തൊഴിലാളി സാജിദയുടെ മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അതിനായി പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ബുധനാഴ്ച ഡ്രൈവർ നൌഷാദ് മരിച്ചിരുന്നു. അദ്ദേഹത്തിനായിട്ട് മൗന പ്രാർത്ഥന നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് യോഗം ആരംഭിച്ചത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ K അബ്ദുൾ അസീസ് യോഗത്തിൽ അധ്യക്ഷനായി. ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി, AP ബിജു, കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഴിക്കൽ സുലൈഖ, സ്ഥിരം സമിതി അധ്യക്ഷ C മുംതാസ്, പഞ്ചായത്ത് അംഗം ഉമ്മു ഹബീബ, മുഹമ്മദ് കുട്ടി, AC കുഞ്ഞേമു, K അബ്ദുറഹ്മാൻ, ഹസൻ ഹാജി, KB അലി, ഷാരിക, ഹസ്നത്ത് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. അതേസമയം അവിടെ കുറച്ച് ട്രോഫികൾ ബാക്കിയായിരിക്കുകയാണ്. പ്രധാന അധ്യാപികയുടെ കസേരയ്ക്ക് മുന്നിൽ സ്വർണ്ണ തിളക്കത്തോടെ കുറേ മൊമെന്റുകൾ ബാക്കിയായിരിക്കുകയാണ്. ആ മൊമെന്റുകൾ ഏറ്റുവാങ്ങാൻ പാങ് ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തേണ്ടതായിരുന്നു. ആ ഓരോ മൊമെന്റുകളും ഓരോ അധ്യാപകർ ചേർന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടിയിരുന്നത്. എന്നാൽ അവർക്കത് നൽകേണ്ട അധ്യാപകർ എന്നേക്കുമായി യാത്രയായിരിക്കുകയാണ്. അതൊരു കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ്. വാൽപ്പാറ യാത്രയ്ക്ക് ശേഷം സ്കൂളിലെ ക്ലാസ് PTA ചേരാൻ നേരത്തെ നിശ്ചയിച്ചതാണെന്ന് അധ്യാപിക P ഹസ്നത്ത് പറഞ്ഞു. ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികളുടെ മികവ് കണ്ടെത്തി എല്ലാവർക്കും മെമൻറ്റോ നൽകാനായിരുന്നു തീരുമാനം. ഒപ്പം 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. പക്ഷേ വാൽപ്പാറയിലെ 13-ാം വളവിൽ ഒളിഞ്ഞിരുന്ന വിധിയാണ് എല്ലാം മാറ്റിമറിച്ചത്. കൗൺസിലിങ്ങും മറ്റുമായി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വീണ്ടും അനൗദ്യോഗികമായി ഒരുമിച്ച് ചേർക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു, അധ്യയന വർഷം മുടങ്ങാൻ ഇടയാകില്ല, അതിനു മുന്നേ തന്നെ അധ്യാപകരെ നിയമിക്കുമെന്ന്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഒരുക്കത്തിനിടയിലാണ് ഈ പ്രധാന അധ്യാപികയടക്കം 5 അധ്യാപകരെ സ്കൂളിന് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. പള്ളിപ്പറമ്പ് GLP സ്കൂളിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്താൻ പാങ് GUPS പ്രധാന അധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് താൽക്കാലിക ചുമതല നൽകി. അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് ആവശ്യമായ അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഇതിനായി മലപ്പുറം DDയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം DEO സുനിതയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥ സംഘം പാങ് LP സ്കൂളിലെത്തിയിരുന്നു. അധ്യാപകരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ഈ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം വാൽപ്പാറയിലുണ്ടായ അതിഭീകരമായ വാഹന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 10 വയസ്സുകാരി മസ്നീൻ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വയറ്റിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് 4 ദിവസമായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ചികിത്സയിലായിരുന്നു മസ്നീൻ. പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് മസ്നീൻ മടങ്ങിയത്.
മാതാവിന്റെ വേർപാട് മസ്നീനെ അറിയിക്കുക എന്നത് വലിയൊരു ദൗത്യമായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ അധ്യാപികയായ ഷക്കീല മരിച്ചിരുന്നു. മരണം കുട്ടിയെ അറിയിക്കാതിരിക്കാൻ ആയിരുന്നു ബന്ധുക്കളുടെ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ കുട്ടിക്ക് മാനസികാഘാതം ഏൽക്കാതിരിക്കാൻ ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷം മാത്രം ഈ വിവരം പങ്കുവച്ചാൽ മതി എന്നായിരുന്നു സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിച്ചിരുന്നത്. പാങ് GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മസ്നീൻ താൻ പഠിച്ചു വളർന്ന പഴയ വിദ്യാലയത്തിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും ഒപ്പമുള്ള വിനോദയാത്രയ്ക്കിടയിലാണ് വലിയൊരു ദുരന്തത്തെ നേരിട്ടത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി മരണത്തിന് കീഴടങ്ങുകയുണ്ടായി. അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു നൌഷാദ് അലി. വെന്റിലേറ്ററിൽ തുടരവെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അങ്ങനെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ഉയരുകയുണ്ടായി. മാത്രമല്ല, മുഹമ്മദ് ഫൈസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് മുഹമ്മദ് ഫൈസ്. ഈ ടെമ്പോ ട്രാവലർ ഡ്രൈവറാണ് മുഹമ്മദ് ഫൈസ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു അപകടമായിരുന്നു ഈ വാൽപ്പാറയിൽ സംഭവിച്ചത്. അധ്യാപകരെല്ലാവരും ചേർന്ന് ഒരു വിനോദയാത്രയ്ക്ക് പുറപ്പെടുകയായിരുന്നു. 13 പേരുണ്ടായിരുന്ന വാഹനമാണ് വാൽപ്പാറ ഹെയർപിന്നിൽ ഇറങ്ങവേ അത് നിയന്ത്രണം തെറ്റി മറിഞ്ഞ് അപകടമുണ്ടായത്. 10 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടായിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഓരോ മനുഷ്യരും ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വിയോഗം അതുണ്ടാക്കുന്ന വിഷമം വളരെ ദുഃഖകരം തന്നെയാണ്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരൊക്കെ ഈ അപകടത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ മുന്നോട്ട് പോക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്തായാലും പുതിയ അധ്യാപകരെ അവിടെ നിയമിച്ചിരിക്കുന്നു. ആ പഴയ സ്കൂളിൻ്റെ പ്രതാപത്തോടെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ദൗത്യമാണ് ആ അധ്യാപകർക്കുള്ളത്. ഒരു സ്കൂളിലെ സഹപ്രവർത്തകർ ഒന്നിച്ച് നടത്തിയ വിനോദയാത്ര വലിയൊരു ദുരന്തമായി മാറിയതിൻ്റെ ആഘാതത്തിലാണ് പാങ് പാറമ്മൽ ഗ്രാമവും സ്കൂളും സഹപ്രവർത്തകരും. യാത്രയ്ക്കിടെ അധ്യാപകരെടുത്ത ചിത്രങ്ങൾ സ്കൂൾ ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നു. ഈ ചിത്രങ്ങൾ പിന്നീട് വലിയൊരു നൊമ്പരമായി തീരാൻ നോവായി മാറുന്ന സാഹചര്യമുണ്ടായി. പാങ്ങിലെ നാട്ടുകാർക്കൊപ്പം കേരളത്തെ ആകെ നൊമ്പരപ്പെടുത്തിയ ആ ചിത്രങ്ങൾ, തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള യാത്ര, അത് വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിച്ചത്, അതൊക്കെ അവർ സ്റ്റാറ്റസ് ഇട്ടു, ഈ ഗ്രൂപ്പുകളിൽ പങ്കിടുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ നടത്തിയ ഒരു യാത്രയാണ് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. 60 കിലോമീറ്ററോളം നീളുന്ന മലക്കപ്പാറ വാൽപ്പാറ പാത അതീവ അപകടം നിറഞ്ഞതാണ്. 40 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരത്തിൽ നേരിയ അശ്രദ്ധ പോലും വലിയ ദുരന്തത്തിന് കാരണമാകും. വലിയ വാഹനങ്ങൾക്ക് തിരിക്കാൻ പ്രയാസമുള്ള വളവുകളും അഗാധമായ താഴ്ചയുമാണ് ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായ ഈ പാതയെ ഭയാനകമാക്കുന്നത്. ലോറി, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു തവണ കൊണ്ട് തിരിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ വളവുകൾ ഈ പാതയിലുണ്ട്. മാത്രമല്ല, രാത്രികാലങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ജനവാസമില്ലാത്ത ഈ വനമേഖലയിൽ അപകടം നടന്നാൽ പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം RTO ഈ ഒരു അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഡ്രൈവറുടെ പരിചയക്കുറവാകാം അപകടത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഹെയർപിൻ വളയ്ക്കുമ്പോൾ അതിന് പരിചയസമ്പന്നരായ, അതായത് നാട്ടിലെ വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെയല്ല ഹെയർപിന്നിൽ വാഹനം ഓടിക്കുന്നത്. വളരെ പരിചയസമ്പന്ന വ്യക്തികൾ വേണം ആ വാഹനം ഓടിക്കാൻ. അത്തരത്തിൽ ഡ്രൈവർക്ക് പരിചയക്കുറവുള്ളത് കൊണ്ടാകാം അപകടത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന നിഗമനത്തിലെത്തിയിരുന്നു. മാത്രമല്ല, തുടർച്ചയായ ഒരു യാത്ര, വിശ്രമമില്ലാത്ത യാത്രയൊക്കെ അപകടത്തിലേക്ക് നയിച്ചിരിക്കാം എന്നതും ഒരു കാരണമായിരിക്കാം എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്. നാടിനെ നടുക്കിയ പാങ് ഗ്രാമത്തെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയ വലിയൊരു അപകടം. ആ അപകടത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാവരെയും ഒരുപോലെ വേദനയിലാഴ്ത്തുകയുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തെ ഒന്നടങ്കം ഇത് വലിയൊരു വിഷമത്തിലേക്കാണ് നയിച്ചത്. യാത്രയിലുണ്ടായിരുന്നത് HM അജിത ടീച്ചർ, ആശ ടീച്ചർ, സുഹറ ടീച്ചർ, റമീല ടീച്ചർ, മജീദ് മാഷ് എന്നിവരും കുടുംബാംഗങ്ങളും സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ടെമ്പോ ട്രാവലർ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്. കുട്ടി, അതായത് മസ്നീൻ, വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായി. ബാക്കിയുള്ള എല്ലാവർക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഒരാളുടെ അവസ്ഥ ഭേദകരമാണ്. അപ്പോൾ വലിയൊരു അപകടം, വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഒരു ഗ്രാമം കടന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.